ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അടുത്തതായി കണ്ടീഷണൽ ഓപ്പറേറ്റർ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഓപ്പറേറ്ററിൽ. എന്നിരുന്നാലും ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പറയാം. Conditional operator is also known as ternary operator. കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ ടെർണറി ഓപ്പറേറ്റർ എന്ന് കൂടി പറയും. അതായത് കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ ടെർണറി ഓപ്പറേറ്റർ എന്ന് കൂടി പറയും. കണ്ടീഷണൽ ഓപ്പറേറ്റർ ഈസ് എ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതൊരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഒരു ഡിസിഷനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നൊരു ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് സിമിലർ ടു ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടതാണ്. ഡിസിഷൻ മേക്കിങ് ഈഫ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ പറയും. ആ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഈഫിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യും, അതല്ലെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അതുപോലെ വർക്ക് ചെയ്യുന്നൊരു ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ വർക്ക് ഓൺ 3 ഓപ്പറൻറ്റ്സ്. 3 ഓപ്പറൻറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് 3 ഓപ്പറൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിന് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 3 ഓപ്പറൻറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ദ ഓപ്പറേറ്റർ ഈസ് കോമ്പിനേഷൻ ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് കോളൻ. ഒരു ക്വസ്റ്റ്യൻ മാർക്കും കോളനാണ് ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ജനറൽ ഫോർമാറ്റ് ഇതാണ്. കണ്ടീഷണൽ എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും, പിന്നെ എക്സ്പ്രഷൻ 1 കോളൻ എക്സ്പ്രഷൻ 2. അപ്പോൾ ഇവിടെ കണ്ടീഷണൽ എക്സ്പ്രഷൻ എന്താണോ എന്നുള്ളത് നോക്കും. ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ, കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ എക്സ്പ്രഷൻ 1ലെ ഭാഗം വർക്ക് ചെയ്യും. ഈ കണ്ടീഷണൽ എക്സ്പ്രഷൻ തെറ്റാണെങ്കിൽ എക്സ്പ്രഷൻ 2ഉം വർക്ക് ചെയ്യും. ഇത് നോർമൽ കേസിലൊരു വേരിയബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുക. അതായത് എക്സ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി ക്വസ്റ്റ്യൻ മാർക്ക് എ കോളൻ ബി എന്നിട്ട് സെമി കോളൻ കൊടുക്കും. അങ്ങനെയാണ് സാധാരണ കൊടുക്കുക. അതായത് വേരിയബിൾ ഈക്വൽ ടു കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക് എക്സ്പ്രഷൻ 1 കോളൻ എക്സ്പ്രഷൻ 2 സെമി കോളൻ, ഇങ്ങനെയാണ് കൊടുക്കുക. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി വേരിയബിൾ ഈക്വൽ ടു എക്സ്പ്രഷൻ 1 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, എക്സ്പ്രഷൻ 1 ടെസ്റ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, എക്സ്പ്രഷൻ 1 എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, എക്സ്പ്രഷൻ 2 എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യും, ഈ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഇനി എക്സ്പ്രഷൻ 1 കണ്ടീഷൻ തെറ്റാണെങ്കിലോ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, എക്സ്പ്രഷൻ 3 വർക്ക് ചെയ്യും. അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യും, വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടീഷണൽ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ അതാ മുകളിൽ പറഞ്ഞ സംഭവം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. അതായത് കണ്ടീഷണൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ആ റിസൾട്ട് നോൺ സീറോ ആണെങ്കിൽ എക്സ്പ്രഷൻ 1 വർക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യും, വാല്യൂവിൽ റിട്ടേൺ ചെയ്യും. ഇനി അതല്ലെങ്കിൽ എക്സ്പ്രഷൻ 2 വർക്ക് ചെയ്യും. അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യും, വാല്യൂവിൽ റിട്ടേൺ ചെയ്യും. അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് നോക്കിയാൽ ഇനിയിപ്പം ഇതിനെ നേരെ നമ്മൾ എക്സ്പ്രഷനിലോട്ട് എഴുതുന്നത് എങ്ങനെയെന്നുള്ളതൊക്കെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി റിസൾട്ട് ബി, ആ സംഭവം നമ്മൾ എഴുതുകയാണെന്ന് വെച്ചെങ്കിൽ അല്ലേ, ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ റിസൾട്ടിൽ എ സ്റ്റോർ ചെയ്യും, എൽസ് ആണെങ്കിൽ റിസൾട്ടിൽ ബി സ്റ്റോർ ചെയ്യും. അത് നമ്മൾ കണ്ടീഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ എഴുതുക, റിസൾട്ട് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക്. അതൊരു എക്സ്പ്രഷൻ ആയതുകൊണ്ടാണ് ബ്രാക്കറ്റ് കൊടുത്തത്. ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു, കറക്റ്റ് ആണെങ്കിൽ എ സ്റ്റോർ ചെയ്യും, കണ്ടീഷൻ തെറ്റാണെങ്കിൽ ബി സ്റ്റോർ ചെയ്യും. ഇനിയിപ്പോൾ കുറച്ച് ഇവാലുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ ഈ കണ്ടീഷനിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, y ഈസ് ഈക്വൽ ടു 1.5 എക്സ് പ്ലസ് 3 ഫോർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്താ വേണ്ടത്, 1.5 കൂടി എക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനോട് കൂടി എന്ത് ചെയ്യണം, 3 ആഡ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം, എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിലോ വൈക്ക് 2 × എക്സ് പ്ലസ് 5, അതാണ് നമ്മൾ കണ്ടീഷൻ. ഇനി ഇതിനെ നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ എഴുതുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. y ഈസ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്ത്, ലെസ് ദാൻ ആണെങ്കിൽ എന്ത് എന്നുള്ളതാണ്. ഗ്രേറ്റർ ദാൻ ആണോ അല്ലേ നോക്കിക്കഴിഞ്ഞാൽ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആണെങ്കിലും അതിൻ്റെ താഴെയാണെങ്കിൽ രണ്ട് കണ്ടീഷനും കൂടി ഒറ്റ ഒന്നിൽ എഴുതിക്കുക. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്താ വർക്ക് ചെയ്യേണ്ടത്, 2x + 5 അതാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, എക്സ് ഗ്രേറ്റർ ദാൻ 2 കൊടുത്തു, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യും, 2 × x + 5 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ഇനിയില്ലേ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിലോ പിന്നെ അവിടെ കണ്ടീഷൻ എഴുതണ്ട,
എക്സ് ഗ്രേറ്റർ ദാൻ 2 വലുതാണ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ കഴിഞ്ഞാൽ അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒന്നുകിൽ ഈക്വൽ ആയിരിക്കാം അല്ലെങ്കിൽ ഇതിന് താഴെ ആയിരിക്കാം. അത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, 1.5 × x + 3. മനസ്സിലായില്ലേ? ഇങ്ങനെ എന്ത് ചെയ്യുക, ആ ഒരു സംഭവത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിനെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുക. ദ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂഷ്വലി ബ്രാഞ്ചിങ് അൺകണ്ടീഷണലി ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ പോയിൻറ്റ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു കണ്ടീഷനൊന്നുമില്ലാതെ, ഇതുവരെ പറഞ്ഞതൊക്കെ നമ്മളൊരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. എ ഗ്രേറ്റർ ദാൻ ബി, ബി ഗ്രേറ്റർ ദാൻ സി, അങ്ങനെ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഒരു കണ്ടീഷനൊന്നുമില്ല. ഗോ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പറഞ്ഞത് ആ സ്ഥലത്തിലോട്ട് പോയി എക്സിക്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒരു കണ്ടീഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടീഷണൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണെന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കാം കേട്ടോ. ഒക്കെ നോക്കാം. ഗോ ടു റിക്വയർ എ ലാബൽ, അതായത് ഒരു പൊസിഷൻ ഗോ ടു എങ്ങോട്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ ഗോ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ ഒരു ലാബൽ പറയും. ഓക്കെ, അത് ആ പ്ലേസിലോട്ടാണ് എന്ത് ചെയ്യുക, നമ്മളെ എക്സിക്യൂഷൻ ഡൈവേർട്ട് ചെയ്യുക. ഓക്കെ, എ ലാബൽ ഈസ് എ വാലിഡ് വേരിയബിൾ നെയിം. അപ്പോൾ നമ്മൾ വേരിയബിളിൻ്റെ നെയിം കൊടുക്കില്ലേ, എക്സ് വൈ, അതേപോലത്തെ REGNO നെയിം, അതേപോലെ തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു വേരിയബിൾ നെയിമാണ് ഈ ലാബൽ എന്ന് പറയുന്നത്. മസ്റ്റ് ഫോളോ ബൈ എ കോളൻ. അപ്പോൾ എന്ത് ചെയ്യും, ഗോ ടു ലാബൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു കോളൻ കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. ദ ലാബൽ ഈസ് പ്ലേസ്ഡ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് വേർ ദ കൺട്രോൾ ഈസ് ടു ബി ട്രാൻസ്ഫർ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, കൺട്രോൾ എന്ത് ചെയ്യും, അങ്ങോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് പറഞ്ഞത്. പിന്നെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ലാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളൻ കൊടുക്കണമെന്ന് പറഞ്ഞ സ്ഥലം ആ ലാബിൽ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ പറഞ്ഞത്. തെറ്റരുത് കേട്ടോ. ഫസ്റ്റ് എന്ത് ചെയ്യും, ഗോ ടു ലാബൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു സെമി കോളൻ കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ലാബൽ എവിടെയാണോ ഡിഫൈൻ ചെയ്ത് അങ്ങോട്ട് ഇപ്പോൾ എഴുതിയിട്ട് നോക്കി, ഗോ ടു ലാബൽ എന്ന് പറഞ്ഞ് സെമി കോളൻ കൊടുത്തു. അതിൻ്റെ താഴെ ഡോട്ട് ലൈൻ ഇട്ടോടത്തൊക്കെ കുറേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരിക്കും, ലൈൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ആ ലാബൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന നോക്കി, ലാബൽ കോളൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ കോളനാണ് അവിടെ പറഞ്ഞത്. ലാബൽ ഈസ് എ വാലിഡ് വേരിയബിൾ നെയിം മസ്റ്റ് ബി ഫോളോഡ് ബൈ എ കോളൻ. ഓക്കെ, ലാബൽ എന്ന് പറഞ്ഞിട്ടൊരു കോളൻ കൊടുക്കും, അതിൻ്റെ താഴെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ഗോ ടു ലാബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും വർക്ക് ചെയ്യില്ല, നേരെ അങ്ങോട്ട് പോകും, വർക്ക് ചെയ്യും. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ലാബൽ താഴെ കൊടുത്തിട്ട് ഗോ ടു മുകളിൽ കൊടുക്കണമെന്നൊന്നുമില്ല. ഗോ ടു ആണെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിട്ട് ലാബൽ മുകളിൽ ഡിഫൈൻ ചെയ്തിട്ട് വരാം. ലാബൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ കൊടുത്തു. ഗോ ടു പറഞ്ഞിട്ട് താഴത്തിന് ലാബൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുക. ആ ലാബലിൻ്റെ പകരം അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യുക, എന്തും കൊടുക്കുക. അതായത് വേരിയബിളിൻ്റെ നെയിം എന്താണോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതൊക്കെ എന്ത് ചെയ്യും, ഇതിനും ഇതാണ്. അപ്പോൾ ഗോ ടുവിൻ്റെ 2 വേർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ജമ്പിങ്ങും ബാക്ക്വേഡ് ജമ്പിങ്ങും. മനസ്സിലായില്ലേ? ഫോർവേഡ് ജമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഗോ ടു ലാബൽ കൊടുക്കും, പിന്നെ ലാബൽ ഡിഫൈൻ ചെയ്യും, ഫോർവേഡ് ജമ്പിങ്. ബാക്ക്വേഡ് ജമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലാബലും സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കും, അത് കഴിഞ്ഞതിന് ശേഷം ഗോ ടു ലാബൽ യൂസ് ചെയ്യും. അതാണ് ബാക്ക്വേഡ് ജമ്പിങ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചേക്കാൻ കേട്ടോ, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ 2 വേർഷൻസ് ഏതൊക്കെയാണ് എന്നൊക്കെ എക്സാമിന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അങ്ങനെയാണ് സമയത്ത് നമ്മളിത് എഴുതേണ്ടി വരും കേട്ടോ. അപ്പം അത് പഠിച്ചിട്ടില്ല, അറിയില്ല എന്നില്ല പറയരുത്. അത് ചെറിയൊരു ഭാഗം അങ്ങനെയൊക്കെയാണ് സാധാരണ ചോദിക്കാറ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ 2 വേർഷൻസാണ് നമ്മൾ ചോദിച്ചിരുന്നത്. അതായത് പോസ്റ്റ് ഫിക്സും പ്രിഫിക്സും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കും, അതിൽ പെട്ടൊരു ഭാഗമാണിത്. എക്സാമിന് മേ ബി ചോദിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇനി ഗോ ടു ലാബലിനെ കുറിച്ച് ഒന്നും കൂടി ഇതിൽ പറഞ്ഞിരിക്കാൻ. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് ദ നോർമൽ എക്സിക്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ സെയിം സംഭവങ്ങൾ എങ്ങനെ, എന്താണ് ഫോർവേഡ് ജമ്പിങ്, എന്താണ് ബാക്ക്വേഡ് ജമ്പിങ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഇനി ഒരു എക്സാമ്പിൾ നമ്മളോട് കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ആഷ് ഇൻക്ലൂഡ് മാത്ത് ഡോട്ട് ടച്ച് കൊടുക്കാൻ കാരണം എന്താ, അതിൽ SQRT എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തിട്ട്, അതുകൊണ്ടാണ്. വോയിഡ് മെയിന് $x, y 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. റീഡ് എന്നിട്ട് എന്ത് ചെയ്തു, സ്കാൻഫ് %f. അപ്പോൾ എന്ത് ചെയ്യും, റീഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, സ്കാൻഫ് വർക്ക് ചെയ്യും അല്ലേ. നോർമൽ കേസിൽ എങ്ങനെ വർക്ക് ചെയ്ത് പോട്ടോ, പിന്നെ ഗോ ടു വിളിക്കുമ്പോൾ അവിടുന്ന് വീണ്ടും തുടങ്ങും, അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തു %f, എക്സിൻ്റെ വാല്യൂ സ്കാൻ ചെയ്തു. ഇഫ് x <0, x 0-നേക്കാളും ചെറുതാണോ, ആണെങ്കിൽ എന്ത് ചെയ്യും, ഒന്നും കൂടി റീഡ് ചെയ്യാൻ പോകും. ഓക്കെ, അതല്ലെങ്കിൽ എന്താ,
അങ്ങോട്ട് കയറൂല. ഇഫ് കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്താ, എക്സിനേക്കാളും വലുതാണെങ്കിൽ അങ്ങോട്ട് സീറോനേക്കാളും വലുതാണെങ്കിൽ എന്താവില്ല, ഗോ ടു റീഡ് എന്നില്ല, അങ്ങോട്ട് കയറില്ല. y ഈസ് ഈക്വൽ ടു SQRT ഓഫ് x എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വർക്ക് ചെയ്യും. മനസ്സിലായത്? ഇതെന്താണ്, ബാക്ക്വേഡ് ജമ്പിങ് ആണ്. മനസ്സിലായില്ലേ? ആദ്യം ലാബിൽ ഡിഫൈൻ ചെയ്തിട്ട് ഇങ്ങനെ വരും, ബാക്ക്വേഡ് ജമ്പിങ് ആണ്. മനസ്സിലായില്ലേ? പിന്നെ താഴെ വന്നതിന് ശേഷം നമുക്ക് ഈ പ്രോഗ്രാം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ കണ്ട താഴെ ഗോ ടു റീഡ് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കൊരു ലാബിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. മനസ്സിലായി? സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. ഇതൊക്കെ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ കോളേജിൽ വന്നതിന് ശേഷം ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന ആൾക്കാർ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാം. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം, ഇനി കോളേജ് റീ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്ത് നോക്കിയായിരിക്കും വേണ്ടി വരിക. അതിനാണ് ഇപ്പോൾ ഈ ക്ലാസ്സൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ലാബ് ചെയ്ത് നോക്കി പ്രോഗ്രാം നല്ലോണം ചെയ്ത് നോക്കാനുള്ള സമയം വേണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ആ സമയത്ത് ഇതൊക്കെ ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ.